Hello, welcome to today's discussion class. Today we are going to discuss about extremist period of nationalism, then All India Muslim League, Surat split, Home Rule movement and Lucknow Pact. ഇന്ന് നമുക്ക് പ്രധാനമായും ചർച്ച ചെയ്യാനുള്ളത് 5 കാര്യങ്ങളാണ്. അതിലൊന്ന് എക്സ്ട്രീമിസ്റ്റ് പീരീഡ് ഓഫ് നാഷണലിസം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം. മറ്റൊന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ കുറിച്ചും സൂറത്ത് സ്പ്ലിറ്റ്, സൂറത്തിൽ ദേശീയ പ്രസ്ഥാനത്തിലുണ്ടായിട്ടുള്ള വിഭജനം അഥവാ സ്പ്ലിറ്റ്. മറ്റൊന്ന് ഹോം റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. മറ്റൊന്ന് ലക്നൗവിൽ വെച്ച് 2 കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ തമ്മിൽ വീണ്ടും യോജിച്ചതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. നമുക്ക് ആദ്യം എക്സ്ട്രീമിസ്റ്റ് പീരീഡ് ഓഫ് നാഷണലിസത്തെക്കുറിച്ച് നോക്കാം. ഇവിടെ സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് എന്ന ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത് എക്സ്ട്രീമിസ്റ്റ് നാഷണലിസത്തെക്കുറിച്ചാണ്, തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തെക്കുറിച്ചാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും ലീഡേഴ്സ് ഓഫ് ദി എക്സ്ട്രീമിസ്റ്റ് പീരീഡ് ആണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. മറ്റൊന്ന് ബാല ഗംഗാധര തിലകനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദ പീരീഡ് ഓഫ് അജിറ്റേഷൻസ് ഫോളോവഡ് ബൈ ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ ബ്രോട്ട് എ ന്യൂ ടേൺ ഇൻ ദ നാഷണൽ മൂവ്മെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 1905 കേഴ്സൺ പ്രഭു ബംഗാളിനെ മുസ്ലിം ബംഗാളെന്നും ഹിന്ദു ബംഗാളെന്നും 2ആയി വിഭജിച്ചപ്പം മിതവാദ ദേശീയതയുടെ ആളുകൾ വളരെ സൗമ്യമായി ബ്രിട്ടീഷുകാരോട് ഉള്ള സമീപനം മാറി തീവ്ര സ്വഭാവത്തിലേക്ക് പോയതാണ് നമ്മൾ പഠിച്ചത്. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞത്. ദേശീയ പ്രസ്ഥാനത്തിന് തന്നെ പുതിയ ഒരു രൂപം ഉണ്ടായി, ടേൺ ഇൻ ദ നാഷണൽ മൂവ്മെൻറ്റ്. ഇറ്റ് വാസ് നോൺ ആസ് ദി പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം. ആ ഉണ്ടായ മാറ്റത്തെ തുടർന്നുള്ള കാലഘട്ടത്തെയാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി ലീഡേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ദിസ് ഫേസ് വേർ ലാൽ പാൽ ബാൽ, അതായത് ബാൽ ഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ്. ദേ വർ ജോയിൻലി നോൺ ആസ് ലാൽ പാൽ ബാൽ. അപ്പോൾ ഹു വർ ദി എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ഓഫ് നാഷണലിസം? ഹു വർ ദി എക്സ്ട്രീമിസ്റ്റ് നാഷണലിസ്റ്റ് ലീഡേഴ്സ്? ആരൊക്കെയാണ് തീവ്ര ദേശീയതയുടെ നേതാക്കൾ എന്നതിൻ്റെ ആൻസർ നമുക്ക് പിക്ചറും ഇവിടെ കാണാം, അവരുടെ പേരുകൾ ഇവിടെ ഉണ്ട്. The activities of these leaders won country-wide attention and inspired the mass. തീവ്ര സ്വഭാവത്തിലുള്ള ഇവരുടെ സമരങ്ങൾ ഇന്ത്യ ഒട്ടാകെ വ്യാപിക്കുകയും കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. ബാൽ ഗംഗാധര തിലക് വാസ് ദി ചീഫ് സ്പോക്സ്മാൻ ഓഫ് ദി എക്സ്ട്രീം നാഷണലിസം. ഈ ഒരു എക്സ്ട്രീം തീവ്ര ദേശീയയുടെ നേതാക്കളിൽ വളരെ പ്രധാനപ്പെട്ട അവരുടെ നായകൻ എന്ന് പറയാവുന്ന ആളാണ് ബാല ഗംഗാധര തിലക്. ഹി വാസ് റിവേർഡ് ആസ് ലോകമാന്യ. അദ്ദേഹത്തെയാണ് ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റ് 2 കാര്യങ്ങൾ കൂടി ഇവിടെ പറയുന്നു. അദ്ദേഹത്തിന് 2 ന്യൂസ് പേപ്പറുകൾ. ദ 2 ന്യൂസ് പേപ്പേഴ്സ് ഹി സ്റ്റാർട്ടഡ് വേർ മറാത്ത ആൻഡ് കേസരി. ബാലഗംഗാധര തിലക് സ്റ്റാർട്ട് ചെയ്ത 2 ന്യൂസ് പേപ്പറുകളാണ്, ഒന്ന് മറാത്ത, മറ്റൊന്ന് കേസരി. ഹി മെയ്ഡ് ദ ഫേമസ് സ്ലോഗൻ സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ മസ്റ്റ് ഹാവ് ഇറ്റ്. ഇതൊക്കെ വൺ വേർഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ഈ ഒരു സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നുള്ളത് ആരുടെ വാക്കുകളാണ്? ലോകമാന്യ അഥവാ ബാലഗംഗാധര തിലകൻ്റെ വാക്കുകളാണ്. ഈ പാരഗ്രാഫ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായി താഴെ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ പൂരിപ്പിക്കുകയും ചെയ്യാം. അതിന് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, കമ്പയർ ദി സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദി മോഡറേറ്റ്സ് ആൻഡ് ദി എക്സ്ട്രീമിസ്റ്റ്. അവർ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിലുള്ള സ്ട്രാറ്റജിയിലുള്ള വ്യത്യാസം എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം നമുക്കറിയാം. മോഡറേറ്റ്സ് ഏത് രീതിയിലാണ് ബ്രിട്ടീഷുകാരോട് സമീപിച്ചത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മോഡറേറ്റ്സിൻ്റെ മെത്തേഡ് എന്തായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മളെവിടെയാണ് പഠിച്ചിട്ടുള്ളത്? 41-ാമത്തെ പേജിൽ നമ്മൾ കണ്ടിട്ടുണ്ട്.
എന്തായിരുന്നു അവരുടെ മെത്തേഡ് എന്ന് പറയുന്നത്? ദെയർ പോളിസി വാസ് ടു ബ്രിങ് ദ കോമൺ പ്രോബ്ലംസ് ആൻഡ് ഡിമാൻഡ്സ് ടു ദി നോട്ടീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് ബൈ മീൻസ് ഓഫ് പെറ്റിഷൻസ്, റെസൊല്യൂഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്. അവർ വളരെ മാന്യമായി പരാതികളിലൂടെയും പ്രമേയങ്ങളുടെയും ചെറിയ സമരങ്ങളുടെയും ബ്രിട്ടീഷുകാരോട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ നമ്മൾ കണ്ടു ആഫ്റ്റർ ബംഗാൾ ഡിവിഷൻ, ബംഗാൾ വിഭജിച്ചതിന് ശേഷം ഇതിൻ്റെ സ്വഭാവം മാറി. എന്നിട്ട് എന്താണ് അവർ ചെയ്തത് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്, പിക്കറ്റഡ് ഷോപ്സ്, ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ്, പ്രൊമോട്ടഡ് യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ്, ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് എന്നൊക്കെ കണ്ടു. അപ്പോൾ നേരത്തെ പീസ്ഫുള്ളായിട്ടുള്ള ആ ഒരു സമര മാതൃകയിൽ നിന്ന് സമരം ഇത്തിരിയും കൂടി വയലൻ്റായി മാറി എന്നതാണ് അതിൻ്റെ ആൻസർ. അതുകൂടി നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും എഴുതുക. ഇനി നെക്സ്റ്റ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഫോംഡ് ബൈ ആഗാ ഖാൻ ആൻഡ് നവാബ് സലീമുല്ലാ ഖാൻ, ഹു വാസ് ഫോംഡ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. അതിൻ്റെ ആൻസർ നമുക്ക് കാണാം. ആഗാ ഖാൻ ആൻഡ് നവാബ് സലീമുല്ലാ ഖാൻ ഇൻ ധാക്ക ഇൻ 1906 ഡ്യൂറിങ് ദ മൂവ്മെൻറ്റ് അഗൈൻസ്റ്റ് ദി പാർട്ടിഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സമരത്തിൻ്റെ കാലത്താണ് ഈ ഒരു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്തത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സൂറത്ത് സ്പ്ലിറ്റ്. എന്താണ് സൂറത്തിലുണ്ടായിട്ടുള്ള വിഭജനം അല്ലെങ്കിൽ ആ ഒരു വിഭാഗീയതയെക്കുറിച്ചാണ് പറയുന്നത്. ദ നാഷണൽ മൂവ്മെൻറ്റ് ബിക്കെയിം സ്ട്രോങ്ങർ വിത്ത് ദി അജിറ്റേഷൻസ് എഗൻസ്റ്റ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ വിഭജനത്തെ തുടർന്ന് ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. ഇൻ ദിസ് പീരീഡ്, ഈ കാലഘട്ടത്തിൽ, ദർ വാസ് എ ഗ്രോയിങ് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ ദ മോഡറേറ്റ്സ് ആൻഡ് ദി എക്സ്ട്രീമിസ്റ്റ്. മിതവാദ ദേശീയതയുടെ നേതാക്കളും അവരുടെ അണികളും അതേപോലെ തീവ്ര ദേശീയതയുടെ ആളുകളും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ വർദ്ധിച്ചു വന്നു. അതായത് ബ്രിട്ടീഷുകാരോട് മിതമായി മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി, പെരുമാറിയാൽ മതി എന്ന് പറയുന്നവരും, അതുപോരാ ബ്രിട്ടീഷുകാരോട് വളരെ തീവ്രമായി തന്നെ സമരങ്ങൾ നടത്തണമെന്ന് പറയുന്നവരും തമ്മിലുള്ള അകൽച്ച കൂടി വന്നു. ഇറ്റ് ലെഡ് ടു ദി സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ്. ഇത് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സ്പ്ലിറ്റിലേക്ക്, അതായത് വിഭാഗീയതയിലേക്ക് നയിച്ചു. ഓൾ ഇന്ത്യ സെഷൻ അറ്റ് സൂറത്ത് ഇൻ 1907. 1907 കോൺഗ്രസിൻ്റെ സമ്മേളനം സൂറത്തിൽ നടന്നപ്പം ആ ഒരു സ്പ്ലിറ്റ് അവിടെ നടന്നു. കോൺഗ്രസ്സിലെ ആളുകൾ രണ്ട് വിഭാഗമായിട്ട് അവിടെ പിരിഞ്ഞു. ഇറ്റ് ടെമ്പററിലി വീക്കൻ ദി ആക്ടിവിറ്റീസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ്. ഒരു പ്രസ്ഥാനം വിഭജിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ആ പ്രസ്ഥാനത്തിൻ്റെ ശക്തി ആകെ കുറഞ്ഞു പോകും. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് സൂറത്ത് സ്പ്ലിറ്റ് നയിച്ചത്. ഇനി മറ്റൊന്ന് ഹോം റൂൾ മൂവ്മെൻ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദ കോൺഗ്രസ് സപ്പോർട്ടഡ് ബ്രിട്ടൻ ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ വിത്ത് ദി ഹോപ്പ് ദാറ്റ് ഇന്ത്യൻ വുഡ് ബി ഗ്രാൻഡഡ് ഓട്ടോണമി ആഫ്റ്റർ ദി വാർ. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരുന്നു ബ്രിട്ടൻ. ആ യുദ്ധ സമയത്ത് ഇന്ത്യ ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ യുദ്ധം കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നതായിരുന്നു. അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഡ്യൂറിങ് ദിസ് ടൈം ദ ഹോം റൂൾ മൂവ്മെൻറ്റ് ലെഡ് ബൈ ആനി ബെസൻറ്റ് ആൻഡ് ബാലഗംഗാധര തിലക് കെപ്റ്റ് ദി നാഷണൽ മൂവ്മെൻറ്റ് എലൈവ്. ഈ സൂറത്ത് സ്പ്ലിറ്റിലൂടെ ശക്തി ചോർന്നു പോയ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ ആ സമയത്ത് ശക്തി ആർജിച്ച് നിർത്തിയത് രണ്ട് ലീഡേഴ്സാണ്. ആരൊക്കെയാണ്? ആനി ബെസൻറ്റ് ആൻഡ് ബാലഗംഗാധര തിലകാണ്. ഇനി ആനി ബെസൻറ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നു. ദ ഐറിഷ് ലേഡി ഹു വാസ് അട്രാക്റ്റഡ് ടു ദി ഇന്ത്യൻ കൾച്ചർ ആൻഡ് ടുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇൻ 1893. ഇന്ത്യയിലെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കി ആകൃഷ്ടയായി ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച അയർലൻഡുകാരിയായിട്ടുള്ള ലേഡിയാണ് ആര്? ഈ ഒരു ആനി ബെസൻറ്റ്. ഷീ സ്റ്റാർട്ടഡ് ഹോം റൂൾ മൂവ്മെൻറ്റ് ഇൻ 1916. അവരാണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി, ആ വർഷം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കണം. ഇനി ഇതിൽ അവസാനത്തെ ടോപ്പിക്കാണ് ലക്നൗ പാക്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു 1907 സൂറത്തിൽ വെച്ച് കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്നു. ആരൊക്കെയായിട്ടാണ് പിളർന്നത്? എക്സ്ട്രീമിസ്റ്റ് എന്നും
അതേപോലെ മോഡറേറ്റ്സ് എന്നും രണ്ടായിട്ട് പിരിഞ്ഞു നമ്മൾ പറഞ്ഞു. അവർ വീണ്ടും ഒന്നിക്കുന്നതാണ് ലക്നൗ പാക്റ്റ്. ദ ലക്നൗ സെഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഹെൽഡ് ഇൻ 1916. 1907 കഴിഞ്ഞ് 1916 എത്തുമ്പോൾ 9 വർഷങ്ങൾ കഴിയുമ്പം ഈ ലക്നൗവിൽ വെച്ച് കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നു. ദ ഹോം റൂൾ മൂവ്മെൻറ്റ്സ് വേർ ആക്റ്റീവ്. ആ സമയത്തും ആനി ബെസൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഹോം റൂൾ പ്രസ്ഥാനം വളരെ സജീവമായിരുന്നു. ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഹു സ്പ്ലിറ്റ് ഇൻ ദി സൂറത്ത് സെഷൻ ഡിസൈഡഡ് ടു ഗിവ് അപ്പ് ദെയർ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അവർ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തി ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചു. ആൻഡ് ജോയിൻഡ് ടുഗദർ. ദേ ഓൾസോ ഡിസൈഡഡ് ടു കോഓപ്പറേറ്റ് വിത്ത് ദി ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇൻ ദി ആൻറ്റി ബ്രിട്ടീഷ് അജിറ്റേഷൻ. മുസ്ലിം ലീഗുമായി ചേർന്ന് പ്രവർത്തിക്കാനും അവർ തീരുമാനിച്ചു. അപ്പോൾ ഇടക്കാലയളവിൽ ശക്തി ചോർന്നു പോയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് 1916 ലക്നൗ പാക്റ്റോടുകൂടി എന്ത് ചെയ്തു? ശക്തി ആയി എന്നുള്ളതാണ്. ഒന്നുകൂടി ശക്തിയായി. അതിൻ്റെ കാരണമാണ് ലക്നൗ പാക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഫസ്റ്റ് പാർട്ട് തന്നെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടി നിങ്ങൾ PDF നോക്കി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.